വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. പലതരത്തിലുള്ള വേദനകളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും ജീവിത നൊമ്പരങ്ങൾ കൂടിയും കടന്നു പോകുന്നവരാണ് മാനവജാതി മുഴുവനും. അതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ എന്തുകൊണ്ട് നാം വേദന സഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം തിരുവചനത്തിൽ നാം പരതുമ്പോൾ, അന്വേഷിക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഒരുപക്ഷെ നമുക്ക് ആർക്കും ലഭിക്കുകയില്ലായിരിക്കാം. എന്നാൽ എന്തിനു വേണ്ടി നാം വേദന സഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം തിരുവചനത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നാമതായി, എന്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും വേദനകളും ഉണ്ടാകുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ തിരുവചനം നമ്മോട് പറയുന്നത് ദൈവദർശന സായൂജ്യം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് സങ്കടങ്ങളും വ്യഥകളും വ്യസനങ്ങളും ഒക്കെയും ഉണ്ടാവുന്നതെന്നാണ്. നമ്മുടെ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം നാം യോഗ്യത ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയും ഉണ്ടാകുന്നത്. ഇങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. കഷ്ടതകളുടെയും വ്യഥകളുടെയും വേദനകളുടെയും ജീവിത ചുറ്റുപാടിൽ കൂടി നാം കടന്നു പോകുമ്പോൾ അറിയാതെ ദൈവത്തിൽ നാം ആശ്രയിക്കും. നമ്മുടെ സ്വതസിദ്ധമായ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ വേദനകളെ തരണം ചെയ്യുവാൻ സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നാം നമ്മുടെ ദൃഷ്ടി ഉയർത്തും. മനുഷ്യരോട് സഹതാപവും സ്നേഹവുമുള്ള ദൈവം തൻ്റെ മുഖം നമ്മുടെ നേരെ നോക്കും. തൻ്റെ കരുണാപൂർവമായ കടാക്ഷം കൊണ്ട് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ധാരാളമായി നമുക്ക് നൽകുകയും ചെയ്യും. വിശുദ്ധ സുവിശേഷം സാക്ഷിക്കുന്ന സത്യവും ഇത് തന്നെയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവ് തൻ്റെ ദൈവരാജ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. നമ്മുടെ കർത്താവിൻ്റെ ദർശന സായൂജ്യം ലഭിച്ചവരും ആശ്വാസം നൽകുന്ന അവൻ്റെ കരത്തിൻ്റെ ആശ്വാസം അനുഭവിച്ചവരും വേദനപ്പെട്ടവരായിരുന്നു. വേദനയുടെ ജീവിത പശ്ചാത്തലം ഉണ്ടായിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലാണ് കർത്താവിൻ്റെ ദർശന സായൂജ്യം വളരെ അധികമായി ലഭിച്ചതും ആശ്വസിപ്പിക്കുന്ന അവൻ്റെ കരങ്ങൾ അതിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായതും. അത് അന്ധന്റെ ജീവിതത്തിലാണെങ്കിലും ചെകിടന്റെ ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്തവരെന്ന് സമൂഹം വിധിച്ചു തള്ളിയ നിരവധി പേരുടെ ജീവിതത്തിലായാലും, നയീനിലെ വിധവയുടെ ജീവിതത്തിലായാലും, പക്ഷപാതക്കാരൻ്റെ ജീവിതത്തിലായാലും ഒക്കെ നാം കാണുന്നത് ഈ ആത്മീയ സത്യമാണ്. അവർക്കൊക്കെയും ജീവിതത്തിൽ ഉള്ളുരുകി വിലപിക്കുവാൻ വേദനയുണ്ടായിരുന്നു, പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സർവവല്ലഭനായ ദൈവത്തിൻ്റെ ആശ്വാസമുള്ള കരം തിരിച്ചറിയുവാനും അവൻ്റെ മുഖദർശന സായൂജ്യം ലഭിക്കുവാനും അവർക്കൊക്കെയും ഇടയായത്. അപ്പോൾ വേദനയുടെയും പ്രയാസത്തിൻ്റെയും ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നാം ആദ്യമായി പഠിക്കേണ്ടുന്ന ആത്മീയ പാഠം ഇത് തന്നെയാണ്. എന്തിനു വേണ്ടി ഞാൻ വേദനപ്പെടുന്നു? തിരുവചനം എന്നോട് പഠിപ്പിക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ പരശുശ്രൂഷ എന്നെ പഠിപ്പിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ ദർശന സായൂജ്യം എനിക്ക് ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ വേദനപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ഈ വേദനപ്പെടുമ്പോൾ എൻ്റെ കർത്താവിനെ കാണുവാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ള ആത്മീയ വിവേകത്തിലേക്ക് ആദ്യമായി നാം ഉയരേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി, തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് നാം വേദനപ്പെടുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ഉത്തരം കൂടുതൽ കരുത്തുള്ളവരായി തീരുവാൻ തക്കവണ്ണമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കടങ്ങളും വ്യഥകളും വേദനകളും ഒക്കെയും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, പരിശുദ്ധ വേദപുസ്തകത്തിൽ നാം പരിചയപ്പെടുന്ന കഥാപാത്രങ്ങളൊക്കെയും സങ്കടങ്ങളുടെയും വേദനകളുടെയും ജീവിത ചുറ്റുപാടുകൾ കൂടി കടന്നുപോയിട്ട് പിന്നീട് ജീവിതത്തിൽ മുഴുവനും സന്തോഷിച്ചവരാണ്, പിന്നീട് ജീവിതത്തിൽ മുഴുവനും ആഹ്ലാദം അനുഭവിച്ചവരാണ്. അതൊരു പ്രകൃതിയുടെ നിയമം കൂടിയാണ്. പ്രയാസത്തിൽ കൂടിയും പ്രതിസന്ധികൾ കൂടിയും കടന്നുപോയ ഒരുവൻ അതിനെ വിജയകരമായി തരണം ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ നൊമ്പരങ്ങൾക്കും വേദനകൾക്കും ഒന്നും മുമ്പിൽ അടിപതറിപ്പോവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പ്രകൃതിയുടെ നിയമമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. നമുക്കറിയാം, കാർപ്പൻറ്ററിയുമായിട്ടൊക്കെയും ബന്ധമുള്ളവർക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കാര്യമുണ്ട്.
മലകളിലുള്ള വൃക്ഷങ്ങൾക്ക് താഴ്വരയിലുള്ള വൃക്ഷങ്ങളെക്കാൾ കൂടുതൽ കരുത്തും ശക്തിയും ഒക്കെ ഉണ്ടാകും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? മലകളിൽ നിൽക്കുന്ന വൃക്ഷം എപ്പോഴും വെയിലിൻ്റെയും മഴയുടെയും മഞ്ഞിൻ്റെയും ഒക്കെ കാഠിന്യം അനുഭവിച്ച് ജീവിതം പരുവപ്പെടുത്തിയ വൃക്ഷങ്ങളാണ്. അതുകൊണ്ട് അവയ്ക്കൊക്കെയും താഴ്വരയിലുള്ള വൃക്ഷങ്ങളെക്കാളും കൂടുതൽ കടുപ്പമുണ്ടാകും. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നാം അതിനെ ധൈര്യപൂർവം നേരിടുമ്പോൾ കൂടുതൽ കരുത്തോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം നാം പ്രാപ്തരായി തീരുകയാണ് എന്ന് ഈ ആലയത്തിലായിരിക്കുമ്പോൾ തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകണം. പരിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു കഥാപാത്രത്തെ നാം കാണുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ കർത്താവിന്റെ ശിഷ്യനായി പിന്നീട് വിളിക്കപ്പെട്ട പരിശുദ്ധനായ പൗലോസ്ലീഹായാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ജീവിതം നമുക്കറിയാം. പരപീഠയിൽ ആനന്ദം കണ്ടെത്തി സുഖസൗകര്യങ്ങളിൽ കഴിഞ്ഞൊരു മനുഷ്യനാണ്. വേദനയും സഹനവും എന്താണെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ടും നമ്മുടെ കർത്താവ് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് പൗലോസ്ലീഹായെ തന്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കുമ്പോൾ അല്പം വേദനപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് വേദനകളുടെ പരമ്പര തന്നെയായിരുന്നു ഈ പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ അനുഭവിച്ച വേദനകളുടെ തീവ്രതയെ പറ്റി പറയുന്നുണ്ട്. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നിരവധി പ്രാവശ്യം അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാരാൽ 40 അടി കൊണ്ടു, കല്ലേറുകൊണ്ടു, 3 പ്രാവശ്യം കപ്പലിന്റെ തകർച്ചയിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കൂടി ഒഴുകി നടന്നു, നദികളിലെ ആപത്ത് സഹിച്ചു, കള്ളന്മാരാലുള്ള ആപത്ത് സഹിച്ചു, സ്വജാതികളാലുള്ള ആപത്ത് സഹിച്ചു, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പട്ടിണി, ശീതം, നഗ്നത, അസാധാരണമായ പല വേദനകൾ, ഇവയൊക്കെയും ഞാൻ സഹിച്ചുവെന്ന് പൗലോസ്ലീഹ ഇവിടെ ദീർഘമായി പറയുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും വേദനപ്പെടാത്ത ഈ മനുഷ്യൻ ഇത്രയും അധികം വേദനകളിൽ കൂടി കടന്നു പോയിട്ടും കൂടുതൽ കരുത്തുള്ളവനായി തീർന്നിട്ട് 12 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ പിന്നീട് പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. സഹനങ്ങൾ കൂടി കരുത്ത് നേടിയ ഒരു മനുഷ്യന്റെ ജീവിത സാക്ഷ്യമാണ് നാം ഇവിടെ കണ്ടത്. മനുഷ്യന് വർണ്ണിക്കുവാൻ ആവതല്ലാത്ത വലിയ വ്യസനങ്ങളും വേദനകളും സഹിച്ചിട്ട് കൂടുതൽ കരുത്തു പ്രാപിച്ചിട്ട് ഈ വേദനകളൊക്കെയും സഹിച്ചാലും ഞാൻ സന്തോഷിക്കുന്നു, എൻ്റെ കർത്താവിന് വേണ്ടി ഇവയൊക്കെയും സഹിക്കുവാൻ ഞാൻ പ്രാപ്തനായല്ലോ എന്ന് കരുത്തോടുകൂടി വിളിച്ചു പറയുന്ന സ്ലീഹായുടെ സാക്ഷ്യമാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ രണ്ടാമതായി നമ്മുടെ ഹൃദയത്തെ നാം പഠിപ്പിക്കേണ്ടത്, ജീവിതത്തെ പഠിപ്പിക്കേണ്ടത് കൂടുതലായി കരുത്തുള്ളവരായി ദൈവതിരുസന്നിധിയിൽ നിൽക്കുവാൻ വേണ്ടി ഞാൻ ഈ വേദനകൾ സഹിക്കുന്നു എന്നുള്ള ആത്മീയ തിരിച്ചറിവാണ്. മൂന്നാമതായി, എന്തുകൊണ്ടാണ് നാം വേദനകൾ സഹിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നാം വേദനകൾ സഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം വിശ്വാസത്തിൻ്റെ തീവ്രത പരിശോധിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രത പരിശോധിക്കുവാൻ വേണ്ടിയാണ് നാം ഈ വേദനകളൊക്കെയും സഹിക്കുന്നത്. ദൈവകൽപ്പനകളെ ആചരിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്ത ഗോത്രപിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായ വ്യഥയും വേദനകളും നമുക്കറിയാം. പ്രാർത്ഥിച്ച് ഒടുവിൽ ലഭിച്ച പുത്രനായ വാഗ്ദത്ത പുത്രനായ ഇസഹാക്കിനെ മോറിയാമലയിൽ ബലി കഴിക്കണമെന്ന് പറയുമ്പോൾ ആ പിതാവിന്റെ മനസ്സ് എത്ര അധികമായി വേദനപ്പെട്ട് കാണും. മോറിയാമലയിലേക്ക് ഈ പുത്രൻ കടന്നു ചെല്ലുകയാണ്. യാഗപീഠം ഒരുക്കി ഈ പുത്രനെ കരചരണങ്ങൾ ബന്ധിച്ച് യാഗപീഠത്തിന്മേൽ കിടത്തി വാളോങ്ങുന്ന ഒരു ഗതികേട് വരെയും ഈ അബ്രഹാം പിതാവിന്റെ ജീവിതത്തിലുണ്ടായി. എത്രയധികമായ പിതാവ് സഹനത്തിൽ കൂടി കടന്നുപോയി. അപ്പോഴാണ് പറയുന്നത്, അബ്രഹാമേ, നിന്റെ വിശ്വാസം പരിശോധിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. നീ വേദനപ്പെട്ടത് നിന്റെ വിശ്വാസം പരിശോധിക്കുവാൻ വേണ്ടിയാണ്. വീണ്ടും തിരുവചനത്തിൽ നിന്ന് അയ്യോബിന്റെ ജീവിതം കാണുമ്പോഴും ഇത് തന്നെയാണ് കാണുന്നത്. എത്രയധികമായ നീതിമാനായ മനുഷ്യൻ വേദനപ്പെട്ടു. ഏറ്റവും ഒടുവിലാണ് ആ മനുഷ്യനോട് പറയുന്നത്, നിന്റെ വിശ്വാസം പരിശോധിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ അധികമായി വേദനപ്പെടുത്തിയെന്ന്.
ചിലരൊക്കെയും ഈ പരീക്ഷയിൽ ജയിക്കും, ചിലരൊക്കെയും പരാജയപ്പെടുകയും ചെയ്യും. അബ്രഹാമിനെയും യോബിനെയും പോലെയുള്ളവർ ഈ വേദനകളുടെ പരീക്ഷകളിൽ ജയിച്ചുവെങ്കിൽ, നമ്മുടെ കർത്താവിൻ്റെ സന്തത സഹചാരിയായിരുന്ന പത്രോസ്ലീഹായെ പോലെയുള്ള ചിലരൊക്കെയും ഇതിൽ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് തിരുവചനത്തിൽ കാണുന്നത്. സഹനവും വേദനയും ഉണ്ടായപ്പോൾ പ്രാണനാഥനെ അവൻ തള്ളിപ്പറയേണ്ടതായി വരുന്നു എന്നുള്ളത് സുവിശേഷത്തിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 69 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ ആലയത്തിലായിരിക്കുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി വേദനപ്പെടുന്നു എന്ന് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ചോദ്യം ഉന്നയിക്കുമ്പോൾ, മൂന്നാമതായി നാം ആത്മീയമായ പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വേദനപ്പെടുന്നത് എൻ്റെ വിശ്വാസത്തിന്റെ തീവ്രത ദൈവം പരിശോധിക്കുകയാണ്. ഈ പരീക്ഷയിൽ ഞാൻ വിജയിച്ചാൽ ദൈവത്തോടു കൂടെ നിത്യസന്തോഷത്തിൽ എന്നും കഴിയുവാൻ എനിക്കിടയാകും. നാലാമതായി, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം വേദനപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം തിരുവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മെ അനുതാപത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുവാൻ തക്കവണ്ണമാണ് ഈ വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമ്മെ അനുതാപത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുവാൻ തക്കവിധം ഇസ്രായേൽ മക്കളുടെ ജീവിതം നമുക്കറിയാം. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം വാഗ്ദത്ത നാടായ കാനാനിലേക്ക് യാത്ര തിരിച്ചവരാണ് അവരെല്ലാവരും. അവരുടെ ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടായി, നിരവധി സഹനങ്ങളൊക്കെയും അവരുടെ ജീവിതത്തിലുണ്ടായി. എന്നിട്ടും ഈ സഹനങ്ങളിലൊന്നും അവർ തകർന്നു പോകാതെ നിലനിന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പുറപ്പാട് പുസ്തകത്തിലുടനീളം നാം വായിക്കുന്നതാണ്. ദൈവത്തിന് നേരെ അവർ മറുതലിച്ചാലും സഹനങ്ങളുടെയും വേദനകളുടെയും ഒക്കെ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർ അനുതാപമുള്ളവരായി തീരുമായിരുന്നു, അവർ മാനസാന്തരമുള്ളവരായി തീരുമായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ കലഹിച്ചിട്ടും പരാതിയും ഭള്ളുമൊക്കെ പറഞ്ഞിട്ടും മരുഭൂപ്രയാണ യാത്രയിൽ അവർ പെട്ടുപോകാതെ ഇരുന്നത്. അപ്പോൾ സഹനങ്ങളുടെ ജീവിത ചുറ്റുപാടിൽ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഇതെൻ്റെ അനുതാപത്തിന് വേണ്ടിയാണ്, എൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകുമോ? സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കും പോലെ നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ദൈവമേ, വ്യസനത്തിനുള്ള ഹേതു എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഞാൻ അനുദപിക്കുവാൻ വേണ്ടിയും എനിക്ക് മാനസാന്തരം വരുവാൻ വേണ്ടിയുമാണ് ഈ കഷ്ടതകൾ ഞാൻ സഹിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ എൻ്റെ ജീവിതത്തെയും നടപടികളെയും ക്രമീകരിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ എന്ന് നമ്മുടെ വേദനകൾ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആകേണ്ടതായിട്ടുണ്ട്. അഞ്ചാമതായി, എന്തിനു വേണ്ടിയാണ് നാം വേദന സഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുന്നത് പച്ചയായ ഒരു മനുഷ്യനായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. പച്ചയായ ഒരു മനുഷ്യനായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ് നാം വേദന സഹിക്കുന്നത്. ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം, വേദനകൾ സഹിച്ചവന് മാത്രമേ വേദനപ്പെടുന്നവന്റെ വേദനകൾ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. വിശപ്പിന്റെ വിലയറിഞ്ഞവന് മാത്രമേ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും വേദന മനസ്സിലാക്കുവാൻ സാധിക്കൂ എന്നുള്ളത് നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമുക്കറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് സഹനങ്ങളും വേദനകളും വരുന്നതിൻ്റെ ഒരു കാരണം എന്നുള്ളത് പച്ചയായ മനുഷ്യനാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തി മറ്റുള്ളവരോട് സ്നേഹവും സഹതാപവും ആർദ്രതയും ഒക്കെ ഉള്ളവരാക്കി നമ്മെ മാറ്റുവാൻ വേണ്ടിയാണ്. പരാതിയും പരിഭവവും പറയുവാൻ വേണ്ടി അല്ല, മറിച്ച് യഥാർത്ഥ സ്നേഹമുള്ളവനായി യഥാർത്ഥ കരുതലും യഥാർത്ഥ ആർദ്രതയും ജീവിതത്തിൽ വഹിക്കുന്നവനായി നമ്മെ മാറ്റുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം തന്നെയാണ് ഇതിനുത്തമമായ ഉദാഹരണം. കർത്താവിനെ പോലെ വേദനപ്പെട്ടൊരു മനുഷ്യനില്ല. കർത്താവിന് ഈ വേദനയുടെയൊക്കെയും നൊമ്പരത്തിൻ്റെയൊക്കെ ഹൃദയവത ശരിക്കും അറിയാമായിരുന്നു. കാര്യം, മറിയാമിൻ്റെ ഉദരത്തിൽ താൻ വസിക്കുമ്പോൾ തന്നെ ആ അമ്മ എത്രയധികമായി വേദനപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് ഏറ്റവും അധികമായി വേദനപ്പെടുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും വേദനപ്പെടുന്നവരോട് കൂടെ നടന്നതും വേദനപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം തൻ്റെ കരം നീട്ടിയതും. വേദനയുടെയും പ്രയാസത്തിൻ്റെയും ജീവിതാനുഭവം എത്ര സങ്കടപൂർണമാണെന്ന് നമ്മുടെ കർത്താവിനും അറിയാമായിരുന്നു. അപ്പോൾ വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നതും ഈ ഒരു ആത്മീയ ബോധത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കണം. സ്നേഹമുള്ള ആർദ്രതയുള്ളൊരു മനുഷ്യനാക്കി എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ വേദനകൾ സഹിക്കുന്നു എന്ന്.
ഈ ഒരു ആത്മീയ വിവേകം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും സഹനങ്ങളിൽ നമുക്ക് പിറുപിറുപ്പുകളും സഹനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി പറച്ചിലുകളും ഉണ്ടാവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നൊരു ചോദ്യം, ഞാൻ സഹിക്കുമ്പോൾ എൻ്റെ ദൈവം എവിടെയാണ്? ഞാൻ വേദനപ്പെടുമ്പോൾ എൻ്റെ ദൈവം എവിടെയാണ്? അതിൻ്റെ ഉത്തരം ദാനിയേൽ പ്രവചന പുസ്തകത്തിലാണ് നാം കാണുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 23, 24, 25 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നെബൂഖദ്നേസറിന്റെ കൽപ്പനയെ ആദരിക്കാതെ സത്യദൈവത്തെ അനുസരിക്കുവാനായി ഇഷ്ടപ്പെട്ട 3 ബാലന്മാരെ തീച്ചൂളയിൽ എറിഞ്ഞു. സഹനങ്ങളുടെ തീച്ചൂളയിൽ അവർ കിടക്കുമ്പോൾ ദൈവം എവിടെയാണ്? അവരോട് കൂടെ സഹനങ്ങളുടെ തീച്ചൂളയിലാണ്. വേദനപ്പെടുമ്പോൾ എൻ്റെ ദൈവം എവിടെയാകുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരം ഇവിടെയാണ് നാം കാണുന്നത്. ഞാൻ വേദനപ്പെടുമ്പോൾ എന്നോട് കൂടെ വേദനപ്പെടുവാൻ, എന്നോട് കൂടെ വിഷമിക്കുവാൻ എൻ്റെ ദൈവവും എന്നോട് കൂടെ ഉണ്ട് തിരിച്ചറിയുവാൻ ഇടയാകണം. പിന്നീട് സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് പ്രത്യക്ഷനാകുന്നില്ല? വേദനയുടെ ജീവിതാനുഭവത്തിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് പ്രത്യക്ഷനാകുന്നില്ല? അതിൻ്റെ ഉത്തരം ഇതാണ്. നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് വേദനപ്പെട്ടപ്പോൾ, നമ്മുടെ കർത്താവ് പ്രാണവേദനയിലായപ്പോൾ, കരചരണങ്ങൾ മരത്തോട് ചേർന്ന് അടിക്കപ്പെട്ടപ്പോൾ, ഏകജാതന്റെ വ്യഥയിൽ പിതാവാം ദൈവം എവിടെയായിരുന്നു? പിതാവാം ദൈവം പ്രത്യക്ഷപ്പെടുന്നതായ സുവിശേഷത്തിൽ നാം വായിക്കുന്നില്ല. അതിനർത്ഥം ഏകജാതനായ പുത്രനെ പിതാവാം ദൈവം ഉപേക്ഷിച്ചു എന്നാണോ? അല്ല. മറിച്ച് തൻ്റെ പുത്രൻ വേദനപ്പെടുമ്പോൾ ആ വേദനയിൽ അവന് കരുത്ത് തരുവാൻ വേണ്ടി പിതാവാം ദൈവം പ്രാർത്ഥനയിലായിരുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ വേദനകൾ എൻ്റെ ദൈവം എവിടെയാകുന്നു എന്ന് എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഹൃദയത്തെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഏകജാതൻ കുരിശിൽ വേദനപ്പെട്ടപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ച പിതാവാൻ ദൈവം അവന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയും അനുഭവത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാ മന്ത്രവുമായി ദൈവം ഇരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകണം. ഒരുപക്ഷെ പ്രത്യക്ഷമായി അവൻ്റെ കരസ്പർശത്തിൻ്റെ ആശ്വാസം നമുക്ക് അനുഭവിക്കുവാൻ ഇടയായി എന്ന് വരികയില്ല. എങ്കിലും തിരിച്ചറിയണം, ജീവിതത്തിൽ എപ്പോൾ വേദനപ്പെട്ടാലും അവൻ അരികിലുണ്ട്. വിശുദ്ധ സുവിശേഷത്തിൽ 3 ഇടങ്ങളിലാണ് നമ്മുടെ കർത്താവ് മരിച്ചുപോയവരെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കുന്നതായി നാം വായിക്കുന്നത്. ആദ്യമായി നാം കാണുന്നത് നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. രണ്ടാമതായി കാണുന്നു യായിറോസിന്റെ മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. മൂന്നാമതായി കാണുന്നു ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ പാഠമുണ്ട്. നയീനിലെ വിധവയുടെ മകൻ മരിച്ച് ഖബറിലേക്ക് പോകുന്ന വഴിയിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ട ആശ്വാസദായകനായി ജീവിതത്തിൽ ഇടപെടുന്നത്. യായിറോസിന്റെ മകൾ മരണമടഞ്ഞ ആ അവസരത്തിൽ തന്നെ യേശുതമ്പുരാൻ അവിടെ കടന്നു ചെന്നു. മൂന്നാമതായി ലാസറിന്റെ കല്ലറയിൽ 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാഥൻ ചെല്ലുന്നത്. അത് നമ്മെ പഠിപ്പിക്കുന്ന ആത്മീയ സത്യം. വേദന ചിലപ്പോൾ ആരംഭിക്കുമ്പോൾ യായിറോസിന്റെ മകളെ സുഖപ്പെടുത്തുവാൻ ഉടനടി അവിടെ എത്തിയതുപോലെ നമ്മളെ ആശ്വസിപ്പിക്കുവാനും ദൈവം കടന്നു വരും. രണ്ടാമതായി നയീനിലെ വിധവയുടെ മകനെ ഖബറിലേക്ക് പോകുന്ന വഴിയിൽ വേദനയുടെ മധ്യത്തിൽ ആശ്വാസദായകനായി കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇടപെടും. മൂന്നാമതായി ലാസറിനെ മരണമടഞ്ഞ് 3 ദിവസങ്ങൾ കഴിഞ്ഞ് വേദനയൊക്കെയും അവസാനിക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞ് ആശ്വാസദായകനായി ഭവനക്കാർക്ക് ആശ്വാസം നൽകുവാൻ ഇടപെട്ട ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടും. കാലം അല്പം താമസിച്ചേക്കാം. ചിലപ്പോൾ വേദനയുടെ ആരംഭത്തിലാകാം, ചിലപ്പോൾ മധ്യഭാഗത്തിലാകാം, ചിലപ്പോൾ വേദനയൊക്കെയും അവസാനിക്കുന്ന ജീവിത പശ്ചാത്തലത്തിലാകാം. എങ്ങനെയായിരുന്നാലും എപ്പോഴായിരുന്നാലും അരുമനാഥൻ ആശ്വാസദായകനായി കൂടെ ഇരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് തിരിച്ചറിയുവാൻ ഇടയാകണം. പലപ്പോഴും പല മതങ്ങളിലും കാണും പോലെയുള്ളൊരു ദൈവസങ്കല്പമല്ല നമ്മുടെ കർത്താവിനെ പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്.
ഏതെങ്കിലും തരത്തിൽ മനുഷ്യരിൽ നിന്നും അവരുടെ വേദനകളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം കാണുന്നത്. എപ്പോഴും മനുഷ്യർക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തെയാണ്, തുറന്ന ഹൃദയവുമായിരിക്കുന്ന ഒരു ദൈവത്തെയാണ്. കർത്താവിന്റെ തിരുജനനം സാക്ഷിക്കുന്ന സത്യം അതാണ്. എല്ലാവർക്കും കടന്നു ചെല്ലുവാൻ സാധ്യമാകുന്ന വിധത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന കാലിത്തൊഴുത്തിൽ, പുൽത്തൊഴുത്തിലാണ് അവൻ ജനിക്കുവാനായി തൻ്റെ ജനന സ്ഥലമായി തിരഞ്ഞെടുത്തത്. പുൽത്തൊഴുത്തിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ആട്ടിടയന്മാർക്ക് കാഴ്ചയർപ്പിക്കുവാൻ തക്കവണ്ണം കടന്നു ചെല്ലുവാൻ സാധിക്കുമായിരുന്നോ? ഏതെങ്കിലും കൊട്ടാരത്തിലാണ് നമ്മുടെ കർത്താവ് ജനിച്ചിരുന്നുവെങ്കിൽ വിദ്യാവിഹീനരും സമൂഹത്തിൽ തള്ളപ്പെട്ടവരുമായ അവർക്ക് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും അവന്റെ തിരുമുഖ ശോഭ ദർശിക്കുവാനും ഇടയാകുമായിരുന്നു? ഒരിക്കലുമില്ല. വീണ്ടും നാം കാണുന്നു, കർത്താവിന്റെ ജീവിതം മുഴുവനും സാധാരണക്കാരോടുകൂടെ ആയിരുന്നു. ആർക്കും കടന്നു ചെല്ലാം. ഏതെങ്കിലും കമാൻഡോകളെ കൂടെ കൊണ്ടു നടന്നുവെന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നില്ല. വീണ്ടും നാം കാണുന്നുണ്ട്, മരണം തന്നെ അതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണല്ലോ. എല്ലാവർക്കും കാണുവാൻ സാധ്യമാകുന്ന വിധത്തിൽ മലയുടെ ഉയരത്തിൽ ഗോകുൽത്തായിലാണ് അവൻ കുരിശിക്കപ്പെട്ടത്. എല്ലാവർക്കും അടുത്തു ചെല്ലുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും തക്ക വിധത്തിൽ നമ്മുടെ കർത്താവ് തുറന്ന ഹൃദയവുമായി നമ്മെ കാത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ഇടയാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം, എനിക്ക് കാവലായി ആലംബമായി ദൈവം ഇല്ല എന്നുള്ള തോന്നലാണ്. ഈ തോന്നൽ യഥാർത്ഥത്തിൽ മിഥ്യാധാരണയാണെന്ന് തിരിച്ചറിയുവാൻ ഇടയാകണം. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ നിന്ന് ആദ്യ മാതാപിതാക്കളെ പുറത്താക്കിയതിന് ശേഷം മനുഷ്യൻ പോലുമില്ലാത്ത തോട്ടത്തിന് വാളേന്തിയ ക്രോബേ മാലാഖയെ കാവ നിർത്തിയവനാണ് പിതാവാൻ ദൈവം. അങ്ങനെയെങ്കിൽ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ നമ്മുടെ വേദനകളിൽ നമുക്ക് കാവലായി അവൻ ഉണ്ടാകാതെ ഇരിക്കുമോ? തീർച്ചയായും നമുക്ക് കാവലായി നമ്മുടെ നാഥൻ കൂടെ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഇനി അല്പനേരം വേദനകളുടെ തീച്ചൂളകൾ കൂടി കടന്നു പോവുകയും എന്നാൽ സഹനങ്ങളെയൊക്കെയും സന്തോഷത്തോടുകൂടെ നേരിടുകയും ഈ സഹനങ്ങളിൽ നിന്നുകൊണ്ടും വിജയഗാഥ പാടുകയും ചെയ്ത പരിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന ചിലരുടെ ജീവിതാനുഭവങ്ങൾ കൂടി നമുക്ക് കടന്നു പോകാം. ആദ്യമായി നാം ധ്യാനിക്കുന്നത് പഴയ നിയമപുസ്തകത്തിൽ വളരെ സുദീർഘമായ വിവരണമുള്ള യാക്കോബിന്റെ പൊന്നോമന പുത്രനായ യോസഫിന്റെ ജീവിതമാണ്. യാക്കോബിന്റെ വത്സലനായ യോസഫിന്റെ ജീവിതം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം മുതലുള്ള 13 അധ്യായങ്ങളിൽ സവിസ്തരം പ്രതിപാദിക്കുന്ന ജീവിതമാണ് യോസഫിൻ്റെത്. തിരുവചനത്തിൽ വേറെ ഒരു വ്യക്തിയെ കുറിച്ചും ഇത്ര സവിസ്തരമായ ഒരു വിവരണമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗോത്രപിതാവായ യാക്കോബിന് തൻ്റെ ഇഷ്ടപ്രാണേശ്വരിയായ റാഹേലിൽ ജനിച്ച പ്രാർത്ഥനയുടെ 11ാമത്തെ പുത്രൻ. പ്രാർത്ഥനയുടെ പുത്രനാകുന്നെന്ന് പറയുന്നതിന് കാരണം ഉൽപ്പത്തി പുസ്തകം 30 അധ്യായം 22ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവരുടെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടിയായിരുന്നു ഈ പുത്രനെന്ന്. പിതാവിന്റെ വാത്സല്യ ഭാജനമായിരുന്ന പുത്രനാണ്. അതുകൊണ്ടാണല്ലോ ബഹുവർണ്ണമുള്ള കുപ്പായം യാക്കോബ് തൻ്റെ മകനായ യോസഫിന് വളരെ സ്നേഹത്തോടുകൂടി സമ്മാനിക്കുന്നത്. ഇത് മാത്രമല്ല, പിതാവിന് ഈ പുത്രനോടുള്ള സ്നേഹത്തെ പറ്റി ഈ വേദഭാഗത്ത് മുഴുവനും നിരവധി പ്രാവശ്യം പറയുന്നുമുണ്ട്. ഈ പുത്രൻ കോമളരൂപിയായ പുത്രനായിരുന്നു. പൊത്തിഫേറിന്റെ ഭാര്യ പോലും ആഗ്രഹിക്കത്തക്കതായ സൗന്ദര്യവും കോമളത്വവും യോസഫിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് നാം വായിക്കുന്നത്. സ്വപ്നം കാണുവാനും ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാനും ദൈവം തമ്പുരാൻ അതീവമായ കഴിവും പ്രാപ്തിയും കൊടുത്ത ബാലനായിരുന്നു. ജീവിതത്തിലെ ആദ്യത്തെ 17 വർഷം സുഖസൗകര്യങ്ങളുടേതായിരുന്നു, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് യോസഫിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളുടെയും സഹനങ്ങളുടെയും ഒരു വലിയ യാത്ര തന്നെ ആരംഭിക്കുകയാണ്. സഹോദരന്മാരാൽ തിരസ്കരിക്കപ്പെടുന്നു, പൊട്ടക്കിണറ്റിലേക്ക് പോയി വീഴുന്നു, അവിടെ നിന്ന് പിന്നീട് കാരാഗ്രഹത്തിലേക്ക് പോകുന്നു. പ്രകാരം കണ്ണുനീരിൻ്റെയും വ്യഥയുടെയും ജീവിതാനുഭവമാണ് പിന്നീട് നാം അങ്ങോട്ട് കാണുന്നത്. നിന്ദകളും പീഡനങ്ങളും കൈപ്പേറിയ ജീവിതാനുഭവങ്ങളുമൊക്കെ അശനിപാതം പോലെ യോസഫിന്റെ ജീവിതത്തെ പിന്തുടരുകയാണ്. എന്നാലും
ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഈ സഹനങ്ങളിലും വേദനകളിലും ഒന്നും പെട്ടുപോകാതെ സന്തോഷമുള്ള മുഖവുമായിരിക്കുന്ന യോസഫിനെയാണ്. 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ തടവുകാരുടെ മുഖത്ത്, തന്നോട് കൂടെയുള്ള തടവുകാരുടെ മുഖത്ത് വിഷാദഭാവം നിഴലിക്കുന്നത് കണ്ട്, എന്താണ് സ്നേഹിതരെ നിങ്ങൾ വിഷാദഭാവത്തിൽ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന യോസഫിനെയാണ്. ഇവിടെ ചിന്തിക്കുവാൻ സാധിക്കേണ്ടത്, വളരെയധികമായ സഹനപർവങ്ങൾ കൂടി കടന്നുപോയി വേദനപ്പെട്ടൊരു മനുഷ്യനാണ് തന്നോട് കൂടെയുള്ള സഹതടവുകാരുടെ മുഖം മ്ലാനമായിരിക്കുന്നു എന്നത് കണ്ട് നിങ്ങൾ എന്തുകൊണ്ട് വിഷാദത്തിലിരിക്കുന്നു എന്ന് ചോദിക്കുന്നത്. യോസഫിന്റെ മുഖത്ത് വിഷാദമോ മ്ലാനതയോ പരിഭ്രമമോ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് യോസഫിന്റെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ കൂടി കടന്നു പോയിട്ടും സന്തോഷത്തോടു കൂടെ മറ്റുള്ളവരുടെ വിഷാദം എന്താണ് എന്ന് അന്വേഷിക്കുവാൻ തക്കവണ്ണം ഇടയായെന്ന് നമുക്കറിയാമോ? അതിൻ്റെ ഉത്തരം, ഒന്നാമത്തെ ഉത്തരം, ധാർമ്മിക ജീവിതത്തിൻ്റെ അടിത്തറ യോസഫിനുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആർക്കും തകർക്കുവാൻ സാധ്യമാകാത്ത ധാർമ്മിക ജീവിതത്തിൻ്റെ അടിത്തറ യോസഫ് പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ തൻ്റെ സഹോദരർ തള്ളിക്കളഞ്ഞിട്ടും, തൻ്റെ സഹോദരർ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവരെ കരുതുകയും സ്നേഹിക്കുകയും വാത്സല്യത്തോടുകൂടി അവരോട് ഇടപെടുകയും ചെയ്യുന്ന യോസഫിനെയാണ് നാം കാണുന്നത്. പൊത്തുപേരന്റെ ഭവനത്തിൽ വെച്ച് നാം കാണുന്നു അദ്ദേഹത്തിന്റെ ധാർമ്മികതയുടെ ഒരു മുഖം തന്നെയാണ്. ആരും കാണുന്നില്ല താൻ ചെയ്യുന്ന പാതകമെന്ന് യോസഫിന് അറിയാം. എന്നിട്ടും പറയുന്നത് എന്താണ്? ഈ പാപം ചെയ്ത് ഞാൻ എൻ്റെ ദൈവത്തോട് മറുതലിക്കുന്നത് എങ്ങനെയാണ്? ധാർമ്മികമായ ജീവിതത്തിന്റെ അടിത്തറ വീണ്ടും നാം കാണുന്നുണ്ട്. യോസഫിനെ പറ്റി 39-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ സഹനങ്ങളിലും വേദനകളിലും ഒക്കെയും ദൈവമുഖത്തേക്ക് നോക്കി എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടും ഉപേക്ഷിച്ചിട്ടും യോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ധാർമ്മികമായ ജീവിതത്തിന്റെ അടിത്തറയാണ്. നമ്മിൽ എത്ര പേർക്ക് ഈ ധാർമ്മികമായ ജീവിതത്തിന്റെ അടിത്തറയുണ്ട്? മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ജീവിത പങ്കാളിയോടുമൊക്കെ ധാർമ്മികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇടപെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവത്തോട് ധാർമ്മികമായ ജീവിതത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇടപെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ ധാർമ്മികമായ അടിത്തറയോടെ നിലകൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? ശാന്തമായി ധ്യാനിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ധാർമ്മിക ജീവിതത്തിൻ്റെ അടിത്തറ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാലം നേരിടുന്ന ഏറ്റവും വലിയ പരാജയം. സഹനങ്ങളിൽ യോസഫ് സന്തോഷത്തോടുകൂടി നിന്ന് മറ്റുള്ളവരുടെ വേദനകളെ പറ്റി തിരക്കിയതിൻ്റെ കാരണം ആർക്കും തള്ളിക്കളയുവാൻ സാധ്യമാകാത്ത ധാർമ്മിക ജീവിതം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, എന്തുകൊണ്ടാണ് സഹനങ്ങളിൽ യോസഫ് സന്തോഷത്തോടുകൂടി നിലനിന്നത് എന്നുള്ളതിന് ഉത്തരം നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിന്റെ സാന്നിധ്യം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് സഹനങ്ങളിൽ അവൻ സന്തോഷത്തോടുകൂടി നിന്നു. ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ ധനമോ ധാന്യസമൃദ്ധിയോ ജീവിത ചുറ്റുപാടുകളോ ഒക്കെ ഉണ്ടാകുന്നതിലും ഏറ്റവും നല്ലതായിട്ടുള്ളത് ദൈവം തമ്പുരാൻ കൂടെയാവുക എന്നുള്ള ഭാഗ്യമാണ്. നാഥൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നീട് ജീവിതത്തിൽ യാതൊന്നും ലഭിച്ചില്ല എങ്കിലും സന്തോഷവും സമാധാനവും മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോകുന്നത് ഇതാണ്. ദൈവത്തെ കൂടെ കൂട്ടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല. ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരൊക്കെയും സഹനങ്ങളിൽ പിടിച്ചു നിന്നതും വാഗ്ദത്ത നാടായ കാനാനിലേക്ക് യാത്ര ചെയ്തതും എന്തുകൊണ്ടാണെന്നറിയാമോ? സാക്ഷിയിൻ പെട്ടകം എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരുന്നു. പകൽ സമയം മുഴുവനും ഈ സാക്ഷിയിൻ പെട്ടകത്തിന്റെ നിഴലിലാണ് അവർ നടക്കുന്നത്. രാത്രിയാകുമ്പോൾ ഈ സാക്ഷിയിൻ പെട്ടകത്തിന്റെ തണലിലാണ് അവർ ഉറങ്ങുന്നത്, അവർ ആഹാരം പങ്കിടുന്നത്, അവർ പരസ്പരം സ്നേഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം
കൂടെയുണ്ടെങ്കിൽ തീർച്ചയായും സഹനങ്ങളിൽ സന്തോഷത്തോടുകൂടി നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ കാലം നേരിടുന്ന രണ്ടാമത്തെ പരാജയം ഇതാണ്. ധാർമ്മിക ജീവിതത്തിന്റെ അടിത്തറ നഷ്ടപ്പെട്ടു, അതോടൊപ്പം ദൈവ സാന്നിധ്യ ബോധവും നമുക്ക് നഷ്ടപ്പെട്ടു. നാം ഒക്കെയും ശമൂവേലിനെ പോലെയാണ്. വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ നിയമപെട്ടകത്തിന്റെ സമീപമാണ് കിടന്നുറങ്ങുന്നത്. പക്ഷേ ആരാണ് എന്നെ വിളിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധ്യമാകുന്നില്ല. ദൈവമാണോ എന്നെ വിളിച്ചതെന്ന് ശമൂവേലിന് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. സാക്ഷിയിൻ പെട്ടകം അരികിലിരിപ്പുണ്ട്. നമ്മുടെ ജീവിതാനുഭവം ഇതേപോലെയാണ്. ദൈവം കൂടെയുണ്ട്, വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്നിട്ടും തിരുസാന്നിധ്യം അനുഭവവേദ്യമാകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സന്തതി പരമ്പരകളെ പോലും ഈ ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് നയിക്കുവാനും നാം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞായറാഴ്ച പോലും മക്കളെയൊക്കെയും എൻട്രൻസ് കോച്ചിങ്ങുകൾക്കും അതിനോടൊപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾക്കും ഒക്കെയും അവർക്ക് ഇഷ്ടമില്ലെങ്കിലും തള്ളിവിടുന്ന മാതാപിതാക്കന്മാർ കൂടി വരികയാണ്. അങ്ങനെയുള്ള മാതാപിതാക്കൾ ചിന്തിച്ചു കൊള്ളണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ഒരപ്പന്റെ വേദന അവിടെ നാം കാണുന്നുണ്ട്. അവിടെ കാണുന്ന അപ്പൻ യേശുവിന്റെ അരികിൽ ചെന്നിട്ട് പറയുകയാണ്, ഗുരു, എൻ്റെ മകൻ പലപ്പോഴും ചന്ദ്രരോഗം പിടിപെട്ട് വെള്ളത്തിലും തീയിലുമായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു. മക്കളെ ദേവാലയത്തിന്റെ തണലിൽ വളർത്തുവാൻ നമുക്കാവുന്നില്ല എങ്കിൽ, ദൈവസാന്നിധ്യ ബോധത്തിന്റെ പശ്ചാത്തലത്തിൽ വളർത്തുവാൻ നമുക്കാവുന്നില്ലെങ്കിൽ, അധികകാലമാകുന്നതിന് മുമ്പ് അവരും നുരയും പതയും ഒക്കെ വമിക്കുന്ന അപസ്മാര രോഗികളായി തീരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. യഥാർത്ഥത്തിൽ 84-ാം സങ്കീർത്തനം നമ്മെ ലജ്ജിപ്പിക്കണം. 84-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് എന്താ? മീവൽ പക്ഷിയും കുരുകിലും തൻ്റെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിന്റെ തണലിൽ വളർത്തുന്നു. മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് കൂട് കണ്ടെത്തിയിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തിന്റെ കീഴിലാണ്. മീവൽ പക്ഷിയുടെയും കുരുകിലിന്റെയും കുഞ്ഞുങ്ങൾക്ക് യാഗപീഠത്തിന്റെ തണലിൽ വളരുവാൻ ഭാഗ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതിൻ്റെ തണലിലാണ് ജീവിക്കുവാനും വളരുവാനും തക്കവണ്ണം ഭാഗ്യമൊരുക്കുന്നത് എന്നുള്ളത് ഈ ആലയത്തിലായിരിക്കുമ്പോൾ ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്കാവണം. മാതാപിതാക്കൾക്ക് മക്കളെ തിരുത്തുവാനുള്ള ശക്തിയും വിവേകവും ഉണ്ടാകണം. അല്ലെങ്കിൽ ഏലി പുരോഹിതനെ ഓർത്തുകൊള്ളണം. തൻ്റെ പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും ദൈവത്തിന്റെ സാന്നിധ്യബോധത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് ഈ പുരോഹിതന് തിരിച്ചറിവുണ്ടായിരുന്നു. പക്ഷേ വിലക്കുവാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ആ കുടുംബത്തിന്റെ പൗരോഹിത്യ പാരമ്പര്യം പോലും നിന്നുപോയി എന്നാണ് വായിക്കുന്നത്. മക്കളെ ദേവാലയത്തിന്റെ തണലിലും ദൈവമുഖത്തേക്ക് നോക്കുന്നവരായും വളർത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ഭവനത്തിൽ വിപത്തുകളും വേദനകളും ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ദൈവം തമ്പുരാന്റെ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ സഹനത്തിലും സന്തോഷത്തോടെ നിലനിന്ന യോസഫിനെ പോലെ നമുക്കും നിലകൊള്ളുവാനായി സാധിക്കും. രണ്ടാമതായി, സഹനത്തിന്റെ തീച്ചൂളയിൽ കൂടി കടന്നുപോയിട്ടും വിജയഗീതം പാടിയതായി തിരുവചനത്തിൽ നിന്ന് നാം ധ്യാനിക്കുന്നത് തീച്ചൂളയിലെ 3 ബാലന്മാരുടെ ജീവിതാനുഭവമാണ്. ആദ്യമായി കണ്ടത് യോസഫ് സഹനങ്ങളിൽ സന്തോഷഗീതം പാടുന്നതാണ്. ധാർമ്മികതയുടെ അടിത്തറയും അതിനോടൊപ്പം തന്നെ യോസഫിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യബോധത്തിന്റെ തീവ്രതയുമായിരുന്നു. രണ്ടാമതായി നാം ധ്യാനിക്കുന്നത് തീച്ചൂളയിലെ 3 ബാലന്മാരെയാണ്. അവരും സഹനത്തിൽ കൂടി കടന്നുപോയവരാണ്. എന്നിട്ടും സന്തോഷത്തോടുകൂടി അവർ നിലകൊണ്ടു. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഒന്നാമത്തെ കാരണം ചഞ്ചലപ്പെടാത്ത അവരുടെ വിശ്വാസ തീവ്രതയാണ്. ചഞ്ചലപ്പെടാത്ത അവരുടെ വിശ്വാസ തീവ്രത. ഇപ്രകാരം പറയുന്നതിന് കാരണമുണ്ട്. ദാനിയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവിനോട് ഈ 3 ബാലന്മാർ ഉത്തരം കൊടുക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല.
ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും അവൻ ഞങ്ങളെ വിടുവിക്കും. ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ബിംബങ്ങളെ സേവിക്കുകയില്ല, സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല. വിശ്വാസ തീവ്രതയുടെ വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. ലോകം ഭരിക്കുന്ന രാജാവിന് ഇവരെ തീർച്ചയായും തീച്ചൂളയിലേക്ക് എറിയുവാൻ തക്കവണ്ണം അധികാരവും ശക്തിയുമുണ്ടെന്ന് ഈ 3 ബാലന്മാർക്ക് അറിയാം. പക്ഷേ അവർക്കറിയാം തീച്ചൂളയിൽ അവർ വെന്തു മരിക്കുകയില്ല. കാരണം വിശ്വാസ തീവ്രതയിൽ അവർ നിലനിന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സഹായിപ്പാൻ തക്കവണ്ണം അവരോട് കൂടെ ഇറങ്ങി വരുമെന്ന് ഈ 3 ബാലന്മാർക്കും ഉത്തമമായ ബോധ്യം ഉണ്ടായിരുന്നു. വിശുദ്ധ സുവിശേഷം സാക്ഷിക്കുന്ന സത്യവും ഇത് തന്നെയാണല്ലോ. വിശ്വാസത്തിന്റെ തീവ്രത ഉള്ളിടത്ത് മാത്രമേ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയുടെ ചരിത്രം മുഴുവനും നാം പരിശോധിച്ച് നോക്കിയാൽ നാം കാണുന്ന സത്യം ഇത് തന്നെയാണ്. അത് ശതാധിപന്റെ ഭൃത്യന് സൗഖ്യം കൊടുക്കുന്നതായാലും, ദൈവരാജ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അനേകരുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് കയറ്റുന്നതായാലും അതിനെല്ലാം വിശ്വാസത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് 13-ാം അധ്യായം 58-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടെ വിശ്വാസമില്ലാത്തത് കൊണ്ട് യേശുവിന് കൂടുതലായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ തീവ്രത ഉള്ളിടത്ത് അത്ഭുതം പ്രവർത്തിക്കുവാൻ അരുമനാഥൻ ഇറങ്ങി വരും. ഇവിടെ ഈ 3 ബാലന്മാർക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിച്ച ദൈവ കൃപയുടെ ധാരാളമായ അനുഗ്രഹത്തിന്റെ പശ്ചാത്തലം ഉണ്ടായതിന് കാരണം അവരുടെ ജീവിതത്തിൽ വിശ്വാസ തീവ്രത ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് നഷ്ടപ്പെടുന്നതും ഇത് തന്നെയാണ്. പലപ്പോഴും വചനകൂടാരങ്ങളിൽ വിശ്രമിക്കുവാനാണ് നമുക്ക് താല്പര്യം. എവിടെയാണ് എൻ്റെ പ്രയാസവും ഭാരവും മാറുന്നത്? എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കും? എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ സഹനങ്ങളും വേദനകളും ഒക്കെ ഇല്ലാതെയാകുമെന്നുള്ളതാണ് നമ്മിൽ പലരുടെയും ചിന്ത. പുരാണത്തിലൊരു കഥയുണ്ട്, അഗ്നിഹോത്രിയുടെ ജീവിത കഥയാണ്. അഗ്നിഹോത്രി ഉള്ളിലിരുന്നു കൊണ്ട് പല ദേവന്മാരെ ഉപാസിക്കുകയാണ്, പല മൂർത്തികളോട് പ്രാർത്ഥിക്കുകയാണ്. അഗ്നിഹോത്രി പ്രകാരം പല ദേവന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരനായ പാക്കനാർക്ക് ദേഷ്യം വന്നു. വെളിയിലിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു? ഒരു കണ്ണൻ ചിരട്ടയെടുത്ത് അതിൽ കുഴി കുത്തി കളിക്കുവാൻ തുടങ്ങി. കുറെ നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം, പല ദേവന്മാരെ ഉപാസിച്ചതിന് ശേഷം അഗ്നിഹോത്രി വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് സഹോദരനെ കണ്ടിട്ട് ചോദിച്ചു, എന്താ ചെയ്യുന്നത്? ഉടനെ സഹോദരൻ പറഞ്ഞു, ഞാൻ കുഴി കുത്തി കളിക്കുകയാണ്, കിണറുകൾ നിർമ്മിക്കുകയാണ്. ഉടനെ ചോദിച്ചു, ഇങ്ങനെ ഈ കണ്ണൻ ചിരട്ടയിൽ പലയിടങ്ങളിൽ കുഴി കുത്തിയാൽ എങ്ങനെ വെള്ളം കിട്ടും? ഉടനെ ജ്യേഷ്ഠനോട് പാക്കനാർ പ്രതിവചിക്കുന്നത്, അപ്പോൾ പല മൂർത്തികളെ ഉപാസിക്കുന്ന ജ്യേഷ്ഠന്റെ കാര്യമോ? ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. പലപ്പോഴും പലതിലേക്കാണ് നമ്മുടെ വ്യാപാരങ്ങൾ മുഴുവനും, പലതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ മുഴുവനും, പല കാര്യങ്ങളിലെ കുറിച്ചാണ് നമ്മുടെ ചിന്ത മുഴുവനും. എവിടെ ആശ്വാസം ലഭിക്കും? എവിടെ സൗഖ്യം ലഭിക്കും? ഈ ബലിപീഠത്തിന് തരുവാൻ സാധിക്കാത്ത ആശ്വാസവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഈ പരിശുദ്ധ ബലിപീഠത്തിനും ഈ ആലയത്തിനും സൗഖ്യമാക്കാവുന്ന രോഗങ്ങളും വേദനകളും മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഉള്ളൂ എന്ന് ഇനി എന്നാണ് നാം ഓരോരുത്തരും തിരിച്ചറിയുന്നത്? വേദനകളിൽ ദൈവമുഖം മറന്നു പോകുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിതം ഒരു നാളും മറന്നു പോകരുത്. ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ നാം കാണുന്നത് എന്താണ്? 3-ാമത്തെ അധ്യായം അവസാന ഭാഗത്ത് നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. പ്രവാചകനോട് യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്, നിന്റെ അത്തിവൃക്ഷം തളിർക്കുകയില്ല. പ്രവാചകൻ വിചാരിച്ചു, അത്തിവൃക്ഷമല്ലേ, ബാക്കി കാര്യങ്ങളുണ്ടല്ലോ. ഉടനെ പറഞ്ഞു, നിന്റെ മുന്തിരിവള്ളിയിൽ ഫലങ്ങൾ ഉണ്ടാവുകയില്ല. പ്രവാചകൻ ചിന്തിച്ചു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും പോട്ടെ, ബാക്കിയുണ്ടല്ലോ. ഉടനെ പറഞ്ഞു, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഇപ്രകാരം നിരവധി ശാപവാക്കുകളെ പറ്റി പറയുമ്പോഴും ഏറ്റവും അവസാനം ഹബക്കൂക്ക് പ്രവാചകൻ
യഹോവയായ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. സഹനങ്ങളും വേദനകളും തോരാമഴ പോലെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളട്ടെ, എങ്കിലും വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്, അവനിൽ ഞാൻ വിശ്വസിക്കും, അവനിൽ ഞാൻ ആനന്ദിക്കും. ഇപ്രകാരം വിശ്വാസ തീവ്രതയിൽ നിലനിൽക്കുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈ ആലയത്തിലായിരിക്കുമ്പോൾ ശാന്തമായി നാം ചിന്തിക്കേണ്ടതല്ലേ. ഏലിയാ പ്രവാചകനെ മറന്നു പോകരുത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ സുദീർഘമായ ഒരു വിവരണമുണ്ട്. ബാലിന്റെ ദേവന്മാരും അതിനോടൊപ്പം തന്നെ സത്യേക ദൈവവും തമ്മിലുള്ളൊരു മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. ബാലിന്റെ ദേവന്മാർ, ബാലും പ്രവാചകന്മാരും ഒക്കെ കൂടി ചേർന്ന് നിന്നുകൊണ്ട് യാഗപീഠത്തിൽ യാഗവസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ബാൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുവാൻ. ഏലിയാ പ്രവാചകൻ പാവം ഇപ്പുറത്ത് നിൽപ്പുണ്ട്. വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചിട്ടും ബാലിന്റെ പ്രവാചകന്മാർ യാതൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. യാഗപീഠത്തിലെ യാഗവസ്തു അതേപോലെ അവിടെ ഇരിക്കുകയാണ്. ഏലിയാ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ഇറങ്ങി വന്ന് തൻ്റെ യാഗവസ്തുവിനെ ദഹിപ്പിച്ചു കളഞ്ഞു. ഇത് കണ്ടപ്പോൾ രാജ്ഞിയായ ഇസബേലിന് കോപമുണ്ടായി. ഇസബേൽ ചെയ്യുന്നത് എന്താണ്? ഉടനെ ഒരു പ്രഖ്യാപനം നടത്തി, ബാലിന്റെ പ്രവാചകന്മാരെ നിഗ്രഹിച്ച പ്രവാചക, നാളെ ഈ സമയമാകുന്നതിന് മുൻപ് നിന്റെ ജീവിതവും ഞാൻ തകർത്ത് കളയും. ഏലിയാ പ്രവാചകൻ പ്രാണഭയം കൊണ്ട് ഓടിപ്പോയി ചൂരച്ചെടിയുടെ തണലിൽ വിശ്രമിക്കുകയാണ്. ചൂരച്ചെടിയുടെ തണലിൽ വിശ്രമിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് വന്നു, തട്ടി ഉണർത്തിയിട്ട് ചോദിച്ചു, എന്താ ഇവിടെ പരിപാടി? ഉടനെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഭയപ്പെട്ട് കടന്നു വന്നതാണ്. ഉടനെ അപ്പം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഏറെ ദൂരം സഞ്ചരിക്കുവാനുണ്ട്. അപ്പം ഭക്ഷിച്ചതിന് ശേഷം അതിന്റെ ബലത്തിൽ ഏറെ ദൂരം 40 ദിവസങ്ങൾ നീണ്ട യാത്ര ചെയ്യുകയാണ്. ഒടുവിൽ ഹോറേബിൽ പ്രവാചകനെത്തി. ഒരു ഗുഹയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഉടനെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്താ പരിപാടി? ഉടനെ പ്രവാചകൻ പറയുന്ന ഉത്തരം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറയുകയാണ്, എൻ്റെ യഹോവയെ പറ്റി വിശ്വാസത്തിൽ തീവ്രതയോടെ ഞാൻ ജ്വലിക്കുകയാണ്. ഇസബലിനെ ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ തണലിൽ വിറയില്ലായിരുന്ന പ്രവാചകൻ കനലിൽ മേൽ ചുട്ട അപ്പത്തിന്റെ ബലത്തിൽ ഇസബേലിനെ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം യഹോവയുടെ ആത്മാവിൽ ജ്വലിക്കുന്നു എന്നാണ് നാം കാണുന്നത്. വിശ്വാസ തീവ്രതയിലേക്ക് വളർന്നു വന്നാൽ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹം ഇതാണ്. ദൈവത്തെ പ്രതി തീക്ഷ്ണതയോടെ ജ്വലിക്കുവാനാവും. പിന്നീട് സഹനങ്ങൾക്കും വേദനകൾക്കും ഒന്നും നമ്മെ തൊടുവാൻ സാധിക്കുകയില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. വിശ്വാസത്തിൽ ജ്വലിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ തീച്ചൂളയിൽ 3 ബാലന്മാരും സഹനത്തിന്റെ മണിക്കൂറുകളിൽ അവർ സന്തോഷഗീതം പാടിയതിന് കാരണം ജീവിതത്തിൽ വിശ്വാസ തീവ്രത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി വീണ്ടും അവർ സന്തോഷഗീതം പാടിയതിന് കാരണം ക്ഷയിച്ചു പോകാത്ത വ്രതശുദ്ധിയുടെ പശ്ചാത്തലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ക്ഷയിച്ചു പോകാത്ത വ്രതശുദ്ധിയുടെ പശ്ചാത്തലം ഈ 3 ബാലന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 3 ബാലന്മാരും ദാനിയേലിനോട് ചേർന്നുകൊണ്ട് തങ്ങളെ തന്നെ നിർമ്മലരായി സംരക്ഷിച്ചു എന്നാണ് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നത്. 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു. ഉടനെ അവർ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ ദൈവത്തോട് ഇപ്രകാരം അനീതി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾക്ക് ഈ ഭക്ഷണം വേണ്ട. ദൈവത്തോട് സഖ്യം ചെയ്ത 3 പേരും ദാനിയേലിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുന്നത് ഭക്ഷണത്താൽ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല എന്നുള്ളതാണ്. നോമ്പിന്റെ കാലം കൂടിയാണല്ലോ ഇത്. പലപ്പോഴും നമ്മിൽ പലരുടെയും ചിന്ത ഈ നോമ്പ് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എടുക്കുന്നത് കൊണ്ട് എന്താണ് കാര്യമെന്നാണ്. അതിന്റെ ഉത്തരം ഈ വേദഭാഗമാണ് നമുക്ക് നൽകുന്നത്. 3 ബാലന്മാർ തീച്ചൂളയിൽ കിടന്ന് അഗ്നിജ്വാലകളുടെ ദംശനത്താൽ നശിച്ചു പോകാതെ ഇരുന്നതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ ക്ഷയിച്ചു പോകാത്ത വ്രതശുദ്ധിയുടെ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നാമും നോമ്പ് നോക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, പലപ്പോഴും പല കാര്യങ്ങളിലായി നമ്മുടെ ജീവിതത്തെ ചുരുക്കുമ്പോൾ, നോമ്പിന് വേണ്ടി ചില നൊമ്പരങ്ങൾ സഹിക്കുമ്പോൾ ചിന്തിച്ചു കൊള്ളണം,
സഹനങ്ങളിൽ പെട്ടുപോകാതെ ഇരിക്കുവാൻ തക്കവണ്ണമുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഈ നോമ്പെന്ന്. നമ്മുടെ പിതാക്കന്മാർ നോമ്പിനെ പറ്റി പറയുന്നത് മോശ കുഞ്ഞിനെ സംരക്ഷിച്ച പെട്ടകവും നോഹയ്ക്ക് ഒരു വലിയ ജനത്തെ മുഴുവനും രക്ഷിക്കുവാൻ ഉതകിയ പെട്ടകവും നോമ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. നോമ്പായിട്ടാണ് ആ പെട്ടകത്തെ അവർ കാണുന്നത്. മോശ കുഞ്ഞിനെ പെട്ടകം നദിയിലൊഴുക്കി വിട്ടപ്പോൾ ജലത്തിൽ നിന്ന് സംരക്ഷിച്ചു. നോഹയെയും തന്നോട് കൂടെ പെട്ടകത്തിൽ കയറിയവരെയും തിരമാലകളിൽ നിന്നും പ്രളയത്തിൽ നിന്നും ദൈവം രക്ഷിച്ചു. നോമ്പും പ്രാർത്ഥനയും ആയുധമായിട്ടുള്ളവർക്ക് ഒരിക്കലും ഒരു തരത്തിലും വേദനപ്പെടേണ്ടി വരികയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു ആത്മീയ വിവേകത്തിലേക്ക് ഞാനും നിങ്ങളും വളരേണ്ടതായിട്ടുണ്ട്. വ്രതശുദ്ധിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സഹനങ്ങളെ അതിജീവിക്കുവാൻ തീച്ചൂളയിൽ കിടന്ന ബാലന്മാർക്ക് സാധിച്ചുവെങ്കിൽ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിനു വേണ്ടി നോമ്പോടും പ്രാർത്ഥനയോടും കൂടി ഒരുങ്ങുന്ന നമുക്കും സഹനങ്ങളിൽ വിജയഗീതം പാടുവാൻ തക്കവണ്ണം സാധിക്കും. മൂന്നാമതായി, സഹനങ്ങൾ കൂടി കടന്നുപോയിട്ടും സന്തോഷത്തിന്റെ മുഖവുമായി നിന്ന ഒരു വ്യക്തിയെ നാം പരിചയപ്പെടുന്നത് നയീനിലെ വിധവയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളിലാണ് നയീനിലെ വിധവയുടെ ജീവിതം നാം പഠിക്കുന്നത്. അവിടെ കാണുന്നത് എന്താണ്? ആശ്രയമായുണ്ടായ ഏക മകൻ നഷ്ടപ്പെട്ട ഒരമ്മയുടെ നിലവിളിയാണ്. ആ അമ്മയെ പറ്റി 2 വാക്കുകളാണ് വേദഭാഗത്തിൽ പറയുന്നത്. ഒന്ന് പറയുന്നു അവൾ വിധവയായിരുന്നു, രണ്ടാമത് പറയുന്നു അവരുടെ ആശ്രയവും അഭയവുമായി ഉണ്ടായിരുന്ന ഏക മകനും നഷ്ടപ്പെട്ടു. 2 സങ്കടങ്ങളുടെ നെരിപ്പോടുകൾ ഹൃദയത്തിൽ പേറുന്ന ഒരമ്മ എന്ന് വേണമെങ്കിൽ നയീനിലെ വിധവയെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാലും അവളുടെ ആ സഹനങ്ങളിലേക്ക് നമ്മുടെ കർത്താവ് ആശ്വാസദായകനായി കടന്നു ചെന്നു. അതിന്റെ കാരണം എന്താണ്? നയീനിലെ വിധവയുടെ ജീവിതത്തിൽ സഹനത്തിലും അവളുടെ മുഖം സന്തോഷത്തോടുകൂടെ ഇരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് ഇടയാക്കിയതിന്റെ ഒന്നാമത്തെ കാരണം ഹൃദയവ്യഥ നിമിത്തമുള്ള കണ്ണുനീർ ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഹൃദയവ്യഥ നിമിത്തമുള്ള കണ്ണുനീർ ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. ഇവിടെ ഈ അമ്മയെ നാം കാണുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ പറ്റിയുള്ള വ്യഥ നിമിത്തം, വേദന നിമിത്തം കണ്ണുനീരാൽ ആവൃതമായ മുഖത്തോടുകൂടി നിൽക്കുന്ന അമ്മയായിട്ടാണ്. യഥാർത്ഥത്തിൽ സ്വർഗകവാടം തുറക്കുവാൻ കണ്ണുനീരിനേക്കാൾ നല്ലതായി ഒരു താക്കോൽ വേറെയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. സ്വകാര്യതകളിൽ നാം ഒഴുക്കുന്ന കണ്ണുനീരുകൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമുക്ക് നൽകുവാൻ തക്കവണ്ണമുള്ള ശക്തിയും ബലവുമുണ്ട്. പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ ഒരേപോലെ വിശുദ്ധനായി ചിന്തിക്കുന്ന ഒരു പുണ്യവാനുണ്ട്, വിശുദ്ധ അഗസ്തീനോസ്. പിതാവിന്റെ ജീവിതത്തെ പറ്റി പറയുന്നത് 33 വർഷം നാടിനും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ നാശം വിതച്ച് കടന്നുപോയ ഒരു മകനായിട്ടാണ്. വളരെയധികമായ തെറ്റുകളിലകപ്പെട്ട, മ്ലേച്ഛതകളിലകപ്പെട്ടൊരു മകനായിട്ടാണ്. ഈ മകനെ ഓർത്ത് അമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവതിരുസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുമായിരുന്നു. ഇപ്രകാരം നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും നീണ്ട വർഷങ്ങളുടെ യാചനകൾക്ക് മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്ന് ഈ അമ്മയ്ക്ക് വേദനയുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മിലാനിലെ ബിഷപ്പായിരുന്ന ആംബ്രോസിന്റെ അരികിലേക്ക് ഈ അമ്മ കടന്നു ചെല്ലും. എന്നിട്ട് ഈ അമ്മ പറയും, എൻ്റെ മകൻ പാപത്തിൽ ആണ്ടുപൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിതാവ് ആശ്വാസം നൽകിക്കൊണ്ട് ഈ അമ്മയോട് പറയും, നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ ഒരു നാളും നിനക്ക് നഷ്ടമായി പോവുകയില്ല. വീണ്ടും പ്രാർത്ഥനകളാണ്. 15 വർഷത്തോളം വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോഴും മ്ലേച്ഛതയുടെ വശ്യതകൾ തലപൂഴ്ത്തി നിൽക്കുന്ന മകനെയാണ് കാണുന്നത്. പക്ഷേ ഈ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പിന്നീട് മറുപടി ലഭിച്ചു. ഈ പുത്രൻ വിശുദ്ധനായി മാറി, ഈ പുത്രൻ മാതൃകയായി മാറി. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനകൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. സഹനത്തിൻ്റെ ജീവിതാനുഭവത്തിൽ കൂടി കടന്നുപോയ നയീനിലെ വിധവയ്ക്ക് ആശ്വാസം ലഭിച്ചതിന് കാരണം, തൻ്റെ പുത്രനെ ജീവിതത്തിലേക്ക് തിരികെ ലഭിച്ചതിന് കാരണം ആ അമ്മയുടെ
ഹൃദയവ്യഥ നിമിത്തമുള്ള കണ്ണുനീരും രോദനവുമാണ്. നമുക്കും കണ്ണുനീരുകൾ തീർച്ചയായും ഉണ്ടാകണം. കണ്ണുനീര് ബലഹീനതയുടെ അടയാളമൊന്നും അല്ല. നമ്മുടെ പിതാക്കന്മാർ കണ്ടത് കണ്ണുനീരിനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനമായിട്ടാണ്. അതുകൊണ്ടാണല്ലോ നോമ്പ് നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ നമ്മുടെ പിതാക്കന്മാർ ചൊല്ലിയത്, ധനവാനെ നിനക്ക് കണ്ണുനീരില്ല എങ്കിൽ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് കണ്ണുനീരിനെ കടമായി വാങ്ങിക്കൊള്ളുക. സ്വർഗ കവാടം തുറക്കുവാൻ കണ്ണുനീരിനേക്കാൾ വലിയൊരു ഔഷധം വേറെയില്ല എന്നാണ് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞത്. വീണ്ടും ശീമാ നമസ്കാരത്തിൽ നാം അനുദിനം പാടുന്നതാണ്, ബാഷ്പം മൂലം മുഖം അത്യന്തം പങ്കിലമാക്കി വിങ്ങിക്കേഴും പാതകി പാർത്താൽ ഹാ കമനീയൻ. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ചിത്രം ഏതെന്ന് പിതാക്കന്മാരോട് ചോദിച്ചപ്പോൾ അവർക്ക് പറയുവാനുള്ള ചിത്രം ഇതാണ്. കണ്ണുനീരാൽ തൻ്റെ മുഖത്തെ ആവൃതമാക്കി ബാഷ്പം മൂലം മുഖം അത്യന്തം പങ്കിലമാക്കി നിൽക്കുന്ന ഒരു പാതകിയുടെ ചിത്രമാണ്. ദൈവതിരുസന്നിധിയിൽ കരയുവാനായാൽ സഹനങ്ങളിൽ സന്തോഷകാരണമായി അവൻ കൂടെ ഇരിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. കരയുവാൻ മടിക്കുന്ന കാലമാണിത്. പുരുഷന്മാർ കരഞ്ഞാൽ വിചാരിക്കും അവർ ബലഹീനരാണെന്ന് പലരും തെറ്റിദ്ധരിക്കുമെന്നുള്ള മിഥ്യാധാരണയുണ്ട്. സ്ത്രീകൾ കരഞ്ഞാൽ വിചാരിക്കും അബലകളാണെന്ന് സമൂഹം ഒരുപക്ഷെ മുദ്ര കുത്തിയേക്കാമെന്ന് ഭയപ്പെടുന്നുണ്ട്. തിരിച്ചറിയുവാൻ സാധിക്കണം, അബലകളായിട്ടോ ഏതെങ്കിലും തരത്തിൽ ബലഹീനരായിട്ടോ അല്ല കണ്ണുനീർ ഒഴുക്കുന്നത്, മറിച്ച് സ്വർഗത്തിന്റെ കവാടം തുറക്കുവാൻ തക്കവണ്ണമാണ്. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹമായ കണ്ണുനീർ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും സഹനങ്ങളിൽ സന്തോഷത്തോടെ നിലകൊള്ളുവാനും ആനന്ദിക്കുവാനും നമുക്ക് ഇടയാകും. രണ്ടാമതായി, ഈ അമ്മ എന്തുകൊണ്ട് സഹനങ്ങളിൽ സന്തോഷമുള്ള ജീവിതാനുഭവത്തിലേക്ക് ഉപനയിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ കാരണം, ഈ അമ്മയ്ക്ക് സ്നേഹബന്ധങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. സ്നേഹബന്ധങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മനസ്സ് നയീനിലെ വിധവയ്ക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. ഭർത്താവ് മരിച്ച ഈ സ്ത്രീ ആലംബമായി ഉണ്ടായിരുന്ന ഏകപുത്രനെ ദൈവമുഖത്തേക്ക് നോക്കിയാണ് തീർച്ചയായും വളർത്തിയത്. അതുകൊണ്ടാണല്ലോ ഒരു വലിയ പുരുഷാരം ഈ അമ്മയോട് കൂടെ വേദനപ്പെടുവാൻ തക്കവണ്ണം വന്നത്. നാം ആ സുവിശേഷ ഭാഗത്ത് വായിക്കുന്നത് അങ്ങനെയാണല്ലോ. ഒരു വലിയ പുരുഷാരം ഈ അമ്മയോടുകൂടി വിലാപയാത്രയിൽ പങ്കെടുത്തു എന്നാണ്. സ്നേഹബന്ധമുള്ള ഒരു അമ്മയായിരുന്നു ഇത്. സ്നേഹബന്ധങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരമ്മയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഈ അമ്മ സഹനങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ അനേകർ ആശ്വാസത്തിനായി കൂടെ ഇരുന്നത്. നമുക്ക് പലർക്കും നഷ്ടപ്പെടുന്നത് ഇതാണ്. ഈ സ്നേഹബന്ധങ്ങളുടെ ഭൂമിക നമുക്കില്ല. പലപ്പോഴും നമ്മളുടെ കൂടെയുള്ളവരോടും നമ്മുടെ തൊട്ട അയലത്തുള്ളവരോടും എന്തിന് നമ്മുടെ ഭവനത്തിലുള്ളവരോടും ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പരാജയം തന്നെയാണ്. ഏറ്റവും അധികം ആളുകൾ മാനസികമായ വ്യഥ അനുഭവിക്കുന്നത് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം ആരുമില്ല എന്നുള്ള വ്യഥ നിമിത്തമാണ്. ഈ ആലയത്തിലായിരിക്കുമ്പോൾ നമ്മിൽ പലർക്കും ഈ ജീവിതാനുഭവമുണ്ട്, യാതൊരു സംശയവും വേണ്ട. ഉള്ളു തുറന്ന് പങ്കുവെക്കുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ, കാവലാകുവാൻ നമുക്കാർക്കും സാധിക്കുന്നില്ല. തിരിച്ചറിയണം, ഏറിയാൽ 7, 10, 80 നമ്മളുടെ ജീവിതത്തിൽ അനുദിനം കാണുന്നവരെ സ്നേഹത്തോടെ കാണുവാനും സംസാരിക്കുവാനും അവരോട് സ്നേഹത്തോടെ ഇടപെടുവാനും നമുക്കായില്ലെങ്കിൽ പിന്നീട് മനുഷ്യൻ എന്നുള്ള, ക്രിസ്ത്യാനി എന്നുള്ള ഒരു പേരും വഹിച്ചുകൊണ്ട് നടന്നുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം? നമ്മുടെ സഹനങ്ങളിൽ നിരവധി പേർ നമുക്ക് ആശ്വാസമായി വരണമെങ്കിൽ തീർച്ചയായും സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. സ്നേഹിക്കുന്ന ഹൃദയം തലമുറകൾക്ക് കാണിച്ചു കൊടുക്കുവാനും നമുക്ക് ഇടയാകേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രം നല്ലവനായി, ഞാൻ മാത്രമല്ല നേടിയവനായി ജീവിക്കണമെന്നാണ്. എന്തിനു വേണ്ടി ഞാൻ മറ്റുള്ളവരെ കരുതണം, സ്നേഹിക്കണം, മറ്റുള്ളവരോട് ചങ്ങാത്തം കൂടണമെന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇവിടെ തിരിച്ചറിയുവാൻ സാധ്യമാകേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു രോഗത്തിനും ഒരു വേദനയ്ക്കുമൊക്കെ തകർക്കാവുന്ന സമ്പത്തും ആരോഗ്യവും ചുറ്റുപാടുകളും ഒക്കെ നമുക്കുള്ളൂ. ഏത് സമയത്തും ഇതൊക്കെയും ജീവിതത്തിൽ കടന്നു വരാം. സ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപെടുവാനും സ്നേഹബന്ധങ്ങൾ വിപുലമാക്കുവാനും നമുക്ക് സാധിക്കണം.
എങ്ങനെയെങ്കിൽ മാത്രമേ സ്വർഗം നമ്മെ നോക്കി സന്തോഷിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മെ ഓർത്ത് വ്യസനിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട.